ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ ഒരു ഉസ്താദാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. അതും സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് വീരവാദം മുഴക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ഉസ്താദ് ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ വെല്ലുവിളിച്ചത് ജനങ്ങളെയല്ല, പടച്ചോനാണ്. സൂറത്ത് അൽ നിസാ 48-ാം വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, പടച്ചോൻ എല്ലാ തെറ്റും പുറത്തരും. ഒരു കാര്യം ഒഴിച്ച് അള്ളാഹു അവനോട് പങ്കാളികളെ ചേർക്കുന്നത് ഒരിക്കലും പുറത്തു തരില്ല എന്ന്. ഉസ്താദ് ഖുർആൻ പഠിക്കാഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരു സമുദായത്തെ മുഴുവൻ നേരായ വഴിക്ക് നയിക്കേണ്ട ഒരു ഉസ്താദാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് മടവൂരിനെ റെസ്പെക്ട് ചെയ്തോ ബഹുമാനിച്ചോ ആദരിക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ പടച്ചോനോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. നബി തന്നെ വളർന്നിട്ടില്ല, എന്നിട്ടല്ലേ മടവൂര്? പടച്ചോന് തുല്യമായി ആരും തന്നെ ഇല്ല. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലിദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൻ്റെ ഒക്കെ അർത്ഥം ഉസ്താദിനെ അറിയാനിട്ടല്ല. ഏത് രീതിയിലുള്ള ആവേശത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഉസ്താദ് പറഞ്ഞത്. ആലോചിച്ചു. ഇതിന് നാളെ മരിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് മറുപടി പറയേണ്ടി തന്നെ വരും അള്ളാഹുവിൻ്റെ മുന്നിൽ. അതിലൊരു തർക്കമല്ല. എങ്ങോട്ടാണ് ഈ കാട് കയറി പോണത്? വല്ലാത്ത സംഭവം തന്നെ.